ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് എടുക്കാൻ പോകുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ പാർട്ട് 9 ആണ്. അപ്പം ഞാൻ ഇത്രയും ദിവസം എടുത്തത് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ് വന്നിട്ട് എല്ലാവരും പരീക്ഷ എഴുതി ഉറപ്പായിട്ട് പാസ്സായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ എന്തായാലും പാസ്സാവുന്ന രീതിയിൽ വരുമ്പോൾ ഞാൻ നമുക്ക് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഫർദർ ആയിട്ട് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വന്നിട്ട് എനിക്കത് എന്റെ കമന്റ് സെക്ഷനിൽ ഒന്ന് എസ് ഒന്ന് ഇട്ടാൽ മതി. അപ്പൊ ഞാൻ വന്നിട്ട് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ് ഫർദർ എടുത്തു തരാം. അപ്പം നമ്മൾ ഓൾറെഡി ഗേറ്റ് പോർഷൻ വന്നിട്ട് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പാർട്ട് 8 വരെ എടുത്ത് എടുക്കാൻ പോകുന്നത് പാർട്ട് 9 ആണ്. ഓക്കെ, അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലേ സ്ട്രക്ചർ ആൻഡ് ക്ലേ മിനറോളജി. അപ്പം സോയിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. It is a geometrical arrangement of soil particles in a soil mass. The behavior of soil depends on the soil structure. For example, നമുക്ക് മണലും പിന്നെ ഒരു ക്ലേയും ഡിഫറൻസ് വ്യത്യാസം. മണല് വന്നിട്ട് നമ്മൾ കയ്യിലെടുത്ത് ഒരു വെള്ളം ഒഴിച്ചിട്ട് കയ്യിലെടുത്താൽ എന്താവും? കയ്യിന് ഊർന്ന് അതൊക്കെ ഒരു സ്ട്രക്ചറാണ്. ആ ഒരു സോയിൽ സ്ട്രക്ചറിന്റെ എന്താ പറയുക ബിഹേവിയർ ആണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്ലേ വന്നിട്ട് വെള്ളം ആഡ് ചെയ്ത് നമ്മൾ കുറച്ച് കറി എടുത്ത് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അതെന്താവും? ഒരു ഷേപ്പിൽ ക്ലേ ഒരു സ്ട്രക്ചറും സാൻഡ് ഒരു സ്ട്രക്ചറും അല്ലെ? അപ്പൊ അതിന്റെ ഒരു ബിഹേവിയർ ആണ് സോയിൽ സ്ട്രക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ടൈപ്സ് ഓഫ് സോയിൽ സ്ട്രക്ചർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നതാണ് സിംഗിൾ ഗ്രെയിൻഡ് സ്ട്രക്ചർ, ഹണികോംബ് സ്ട്രക്ചർ, ലോക്കുലേറ്റ് സ്ട്രക്ചർ, പിന്നെ കോമ്പോസിറ്റ് സ്ട്രക്ചർ. ഓക്കെ, സിംഗിൾ ഗ്രെയിൻഡ് സ്ട്രക്ചർ വന്നിട്ട് 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് വന്നിട്ട് ഡെൻസസ്റ്റ് പാക്കിങ്, അടുത്തത് വന്നിട്ട് ലൂസസ്റ്റ് പാക്കിങ്. ഓക്കെ, അപ്പൊ ഡെൻസസ്റ്റ് പാക്കിങ് ആണ് ഇവിടെ ഈ ഒരു ഫസ്റ്റ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോയില് അതിന് തൊട്ട് മേളിലായിരിക്കും ഒരു സോയിൽ പാർട്ടിക്കിൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടായി പറയുന്നതാണ് ഡെൻസസ്റ്റ് പാക്കിങ്. അതിന്റെ വന്നിട്ട് വോയിഡ് റേഷ്യോ 0.35 ആണ്. 0.35 ഒരുപാട് പ്രാവശ്യം ഗേറ്റിലും IES ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത് വരുന്നതാണ് ലൂസസ്റ്റ് പാക്കിങ്. ലൂസസ്റ്റ് പാക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സോയിൽ അതിന് ഇടയിൽ ഒരു സോയിൽ പ്രസന്റ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ലൂസസ്റ്റ് പാക്കിങ്. അതിന്റെ വന്നിട്ട് വോയിഡ് റേഷ്യോ 0.91 ആണ്. ഓക്കെ, ഇത് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു വോയിഡ് റേഷ്യോ ചോദിച്ചിട്ടുണ്ട്. ലൂസസ്റ്റ് സ്റ്റേറ്റിന്റെ വന്നിട്ട് വോയിഡ് റേഷ്യോ എന്താണ്, അതുപോലെ തന്നെ ഡെൻസസ്റ്റ് സ്റ്റേറ്റിന്റെ വോയിഡ് റേഷ്യോ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഹണി കോംബ് സ്ട്രക്ചർ. ഹണി കോംബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? തേനീച്ച കൂട് എങ്ങനെയായിരിക്കുന്നത്? ഹെക്സഗണൽ ഷേപ്പില് ഒരു കൂടെ ഇങ്ങനെ ഇരിക്കുക, അടുത്ത കൂടെ ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ അതിന്റെ മേളിലൊരു കൂടിരിക്കുക, അങ്ങനെ ആയിരിക്കും ആ ഒരു സോയിൽ സ്ട്രക്ചർ ഉണ്ടാകുന്നത്. മെയിൻ ആയിട്ട് ഈ ഒരു സോയിൽ സ്ട്രക്ചർ കൊണ്ട് സാൻഡിലും സിൽട്ടിലുമാണ് ഇത് പ്രസന്റ് ആയിരിക്കുന്നത്. ഈ ഒരു സോയിൽ സ്ട്രക്ചർ എപ്പോ വേണമെങ്കിലും കൊളാപ്സ് ആയിരിക്കും. എങ്ങനെയായിരിക്കും കൊളാപ്സ് ആകുന്നത്? വൈബ്രേഷൻ ഷോക്കും ഉണ്ടെങ്കിൽ അത് കൊളാപ്സ് ആയിരിക്കും. ഓക്കെ, കൊളാപ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സോയിൽ സ്ട്രക്ചർ എന്താ പറയാ ഒരു ഹണികോംബ് സ്ട്രക്ചർ അത് മാറിയിട്ട് അതൊരു നിരപ്പായി മാറും. അതാണ് ഇവിടെ കാണിച്ചത്. നെക്സ്റ്റ് വരുന്നത് ഫ്ലോക്കുലേറ്റ് സ്ട്രക്ചർ. ഫ്ലോക്കുലേറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സോയിൽ സ്ട്രക്ചർ പറഞ്ഞാൽ ഈ ഒരു സോയിൽ സ്ട്രക്ചർ ഇവിടെ എല്ലാം വന്നിട്ട് നെഗറ്റീവും ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ രണ്ട് സൈഡും പോസിറ്റീവ് ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പോസിറ്റീവ് ലൈറ്റ് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈറ്റ് ചാർജസ് അട്രാക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എപ്പോഴായിരിക്കും നമ്മൾ 11th-ലും 12th-ലും പിന്നെ 7th സ്റ്റാൻഡേർഡിലൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പം ഇവിടെ വന്നിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലൈറ്റ് ചാർജസ് ഉള്ള സോയിൽ പാർട്ടിക്കിൾസ് വന്നിട്ട് അട്രാക്ട് ചെയ്തിട്ട് എന്താ പറയാ അത് ട്രിപ്പിൾ ആയിരിക്കും. അപ്പം എന്താവും? അൺലൈക്ക് ആയിട്ടുള്ള ചാർജസ് ആയിരിക്കും അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സോയിൽ പാർട്ടിക്കിൾ അതുപോലെ തന്നെ ഇതിന് ഇവിടെ മൈനസ് ആണ്. അപ്പൊ ഇവിടെ പ്ലസിലോട്ട് ഇത് മാറും. മനസ്സിലായത്? ഈ ഒരു സോയിൽ സ്ട്രക്ചറിലോട്ട് ഇത് വന്നിട്ട് ഇവിടെ മൈനസ് ആണ്, പ്ലസ് വന്നിട്ട്
ഒരു പ്ലസ് ഈ ഒരു മൈനസിലോട്ട് അട്രാക്ട് ആവും. അങ്ങനെ ഈ ഒരു പ്ലസ് ഈ ഒരു മൈനസിലോട്ട് അട്രാക്ട് ആവും. അതുപോലെ തന്നെ ഈ ഒരു മൈനസ് ഈ ഒരു പ്ലസിലോട്ട് അട്രാക്ട് ആവും. അങ്ങനെയാണ് ഇവിടെ ഫ്ലോക്കുലേറ്റ് സ്ട്രക്ചർ ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു സോയിൽ സ്ട്രക്ചർ വന്നിട്ട് ഹൈ സ്ട്രെങ്തും ലോ കംപ്രസബിലിറ്റിയും ആൻഡ് ലോ പെർമിയബിലിറ്റിയും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ. ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫ്ലോക്കുലേറ്റ് സ്ട്രക്ചർ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ വന്നിട്ട് ലൈറ്റ് ചാർജസ് വന്നിട്ട് അട്രാക്ട് ആവത്തില്ല, റിപ്പൽ ആവും, പക്ഷെ അത് അടുത്തടുത്തായിരിക്കും. ഇതൊരു സോയിൽ പാർട്ടിക്കിൾ, അതുപോലെ തന്നെ ഇതൊരു സോയിൽ പാർട്ടിക്കിൾ, അങ്ങനെ അടുത്തതൊരു സോയിൽ പാർട്ടിക്കിൾ, അങ്ങനെയായിരിക്കും ഇവിടെ സോയിൽ പാർട്ടിക്കിളിന്റെ ഒരു അറേഞ്ച്മെന്റ് നടക്കുന്നത്. ഓക്കെ, ഫേസ് ടു ഫേസ് ഓറിയന്റേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇതില് നെറ്റ് റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഉള്ളത്. നേരത്തെ നമ്മൾ നോക്കി നെറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ഇരിക്കുന്നത്. മെയിൻ ആയിട്ട് ഇത് വരുന്നത് റീമോൾഡഡ് ഫേസ്. എന്താണ് റീമോൾഡഡ് ഫേസ്? ഇല്ല, പിടിച്ചോട്ടോ. റീമോൾഡഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ക്ലേ ഉണ്ടല്ലോ, ക്ലേ, ഇപ്പൊ ഒരു ഏരിയയിൽ നിറച്ച് ക്ലേ ഉണ്ടെന്ന് വരും. ആ ഒരു ക്ലേ ഒന്ന് നമ്മളൊരു ഡോസർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മാൻ പവർ വെച്ചിട്ടോ അത് ഡബ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താവും, ഈ ഒരു സോയിൽ സ്ട്രക്ചർ വന്നിട്ട് മാറി ഡിസ്പേഴ്സ് ആയി മാറും. ഫ്ലോക്കുലേറ്റർ ആയിരിക്കും ആദ്യം ഉണ്ടാകുന്നത്, ഡിസ്പേഴ്സ് ആയി മാറുന്നത് മാറ്റും. അതിനാണ് പറയുന്നത് റീമോൾഡഡ്. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്ട്രെങ്ത് വന്നിട്ട് റെഡ്യൂസ് ആവും. അതുപോലെ തന്നെ ഹൈ കംപ്രസിബിലിറ്റി, ലോ പെർമിയബിലിറ്റി വരും. പിന്നെ ഇവിടെ പറയുന്നത് ഈ സോയിൽ നമ്മൾ സ്ഥലത്തിന് അടുത്ത് വേറെ സ്ഥലത്ത് കൂടി മാറ്റുകയാണല്ലോ. മാറ്റുന്ന സമയത്ത് ആ ഒരു മാറ്റത്തിൽ ഒരുപാട് മഴ വരും, അതുപോലെ തന്നെ സമയം വന്നിട്ട് ഒരുപാട് ചേഞ്ച് ആവും. ഓക്കെ, അപ്പൊ എന്തായിരിക്കും വരുന്നത്, ഈ ഒരു സോയിൽ സ്ട്രക്ചർ പഴയ ആ ഒരു സോയിൽ സ്ട്രക്ചറിലോട്ട് മാറും. എങ്ങനെയാ, ഡിസ്പേഴ്സ് വന്നിട്ട് ഒരു ഫ്ലോക്കുലേറ്ററിലോട്ട് മാറും. ഓക്കെ, ആ ഒരു എന്താ പറയാ ഫിനോമിനന് പറയുന്ന പേരാണ് തിക്സോട്രോപ്പി. ഈ റീമോൾഡിങ് വന്നിട്ട് ഇപ്പം ഇത് സ്ഥലത്തിന്റെ അടുത്ത് വേറൊരു സ്ഥലത്തോട്ട് മാറ്റി അതിന്റെ സ്ട്രെങ്ത് വന്നിട്ട് റെഡ്യൂസ് ആവും. എന്ന് പറയുന്നതാണ് റീമോൾഡിങ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ക്ലേ മിനറലോ. അത് വരുന്നത് വന്നിട്ട് മെയിൻ ആയിട്ട് സാൻഡിലും സിൽട്ടിലും ഒക്കെ, സാൻഡിലും ആണ്, ഗ്രാവലിലും വന്നിട്ട് ക്വാർട്സ്, ഫെൽസ്പ, മൈക്ക ആണ് ഇതിലുള്ള മിനറൽസ് പ്രസന്റ് ആയിട്ടുള്ളത്. പക്ഷെ ക്ലേയിൽ വന്നിട്ട് ഇതിന്റെ മിനറൽസ് വന്നിട്ട് കാവോലിനൈറ്റ്, ഇല്ലൈറ്റ്, മൊറിലോനൈറ്റ്, ഹാലോസൈറ്റ് ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ഒരുപാടുണ്ട്. ഇതില് 4 ഇമ്പോർട്ടന്റ്. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 4 പഠിക്കേണ്ട ആവശ്യമില്ല. കാവോലിനൈറ്റ്, ഇല്ലൈറ്റ്, മൊറിലോനൈറ്റ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, കാവോലിനൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ മിനറൽ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് ഒരുപാട് സ്വെല്ലിങ്ങോ ശ്രിങ്കേജോ വന്നിട്ട് കാണത്തില്ല. ഇത് മെയിൻ ആയിട്ട് ചൈന ക്ലേയിലായിരിക്കും ഇത് ഉണ്ടാവും. ഓക്കെ, ഇത് കാണിച്ചിരിക്കുന്നത് 1:1 മിനറൽ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു മിനറലിന്റെ താഴെ വേറൊരു മിനറൽ, അതുപോലെ തന്നെ ഒരു മിനറലിൽ താഴെ വേറൊരു സ്ട്രോങ് ബോണ്ട്. ചൈന ക്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ചൈനയിൽ യൂസ് ചെയ്യുന്ന ക്ലേ എന്താണ്, നമുക്ക് എന്താ പറയുക വെസൽസ്, അതുപോലെ തന്നെ ഭരണികള്, പിന്നെ പാത്രങ്ങള്, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, കാവോലിനൈറ്റ് വെച്ചിട്ടാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രിങ്കേജോ അല്ലെങ്കിൽ സ്വെല്ലിങ്ങോ വരത്തില്ല. വെള്ളം ആഡ് ചെയ്യുന്നതോടെ ഒരുപാട് ശ്രിങ്കേജോ സ്വെല്ലിങ്ങോ. എന്താണ് ഒരുപാട് ശ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ? ശ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം ആ ഒരു സോയില് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് ഡ്രൈ ആയി മാറും. ഡ്രൈ ആയി മാറിക്കുമ്പോൾ അത് ക്രാക്സ് വീഴും. ഈ ക്രാക്സ് പറയുന്നത് ശ്രിങ്കേജ്. ക്രാക്സ് വീഴുന്ന ആ ഒരു ഫിനോമിന പറയുന്നത് ശ്രിങ്കേജ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരുപാട് വെള്ളം ആഡ് ചെയ്യുമ്പോൾ സോയിൽ ഒന്ന് പെട്ടെന്ന് വീർക്കും. അതിന് പറയുന്നതാണ് സ്വെല്ലിങ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇല്ലൈറ്റ്. ഇല്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് വന്നിട്ട് മീഡിയം സ്വെല്ലിങ്, മീഡിയം ശ്രിങ്കേജ് ആയിരിക്കും. ഒരു 2:1 മിനറൽ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു 2 മിനറലിന്റെ താഴെ വന്നിട്ട് പൊട്ടാഷ്യം ബോണ്ട് ആയിരിക്കും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഒരു ഷ്രിങ്കം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മോൺ മൊറിലോനൈറ്റ്, ഹാലോസൈറ്റ്, പിന്നെ ഡബിൾ ലെയർ ആൻഡ് അബ്സോർബ്ഡ് വാട്ടർ, സ്പെസിഫിക് സർഫസ് ഏരിയ,
പിന്നെ പ്രീവിയസ് എപ്പിസോഡ്സ് കാണും. ഓക്കെ, താങ്ക് യു.